ഹലോ. സാർ, ഞാൻ ബിജു രമേശാണ് സാർ. അതെ, ബിജു രമേശാണ്. ബിജു, ഇന്നലെ പോലെ ഞാൻ കണ്ടോണ്ടിരിക്കുക. എന്റെ വലത്തെ കാലിനൊരു ചെറിയ പ്രശ്നം, ഒരു തിറമ്പലുണ്ടായി. അതൊന്ന് തിരുമ്മിക്കൊണ്ടിരിക്കുന്നോണ്ട് ഇങ്ങനെ കിടക്കുക. അതുകൊണ്ട് ഇതെല്ലാം കാണാൻ പറ്റി. ഓക്കെ സാർ, കുഴപ്പമില്ല. ഞാനിത് ഒരു കുഴപ്പമില്ല. ഞാനിത് ഉമ്മൻചാണ്ടിയെ അറിയാം. ഞാനും അവനും കൂടെ ഉമ്മൻചാണ്ടിയെ കാണാൻ പോയപ്പോ പച്ചയ്ക്ക് ഞാൻ ഈ കാര്യം പറഞ്ഞതാ ഉമ്മൻചാണ്ടിയുടെ അടുത്ത്. ഇങ്ങനെ നടന്നിട്ടുണ്ട്, തടി കൈയും വെച്ചിരിക്കുക. ഇങ്ങനെ നടന്നിട്ടുണ്ട്. 15 കോടി രൂപയോടെ ഒരു പിരിച്ചു. 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ വെച്ച് ഒരു ബാറുകാർ കൊടുത്തു. കൊട്ടാരക്കലിലെ ബാറുകാരെല്ലാം 2 ലക്ഷം രൂപ വെച്ച് കൊടുത്ത് എനിക്കറിയാം. 1 കോടി കൊടുത്തു. അത് ബാക്കി കൂടെ കൊടുക്കാഞ്ഞുകൊണ്ടാണ് ഇയാൾ ഒബ്ജക്ട് ചെയ്തതെന്നാണ് നാട്ടിൽ മുഴുവൻ പറയുന്നത്. അതാണ് സത്യം. സത്യം അതാണ്. വിടണ്ട. നാളെ കോടതി മൂവ് ചെയ്യും. മറ്റേ CBI എൻക്വയറി എന്ന് പറഞ്ഞ് തന്നെ കൊടുക്കണം. സ്റ്റേറ്റിലെ ഒരു മിനിസ്റ്റർക്ക്, ലാ മിനിസ്റ്ററാണ്, ലാ മിനിസ്റ്റർക്കെതിരായിട്ട് ഇവിടുത്തെ പോലീസ് അന്വേഷിക്കുന്ന ഒരു കാര്യമില്ല. അവർ പ്രിലിമിനറി അതൊരു വലിയ ഗുണം കിട്ടി. ഈ QV എന്ന് പറഞ്ഞിട്ട് ഇതിനകത്തൊരു ആക്ട്, ക്വിക്ക് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ്, അതാണിപ്പോ ഓർഡർ ചെയ്തിരിക്കുന്നത്. അത് പ്രഹസനമാണെന്ന് തന്നെ പറഞ്ഞു വേണം. അതിപ്പോ നമുക്കൊരു നല്ല പോയിന്റ് കിട്ടി. കാരണം QV വരുമ്പം തന്നെ ഇതൊരു പ്രഹസനമാക്കി ഇല്ലാതാക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അതുകൊണ്ട് ഒരു ഡീറ്റെയിൽഡ് എൻക്വയറി വേണമെന്ന് പറഞ്ഞുകൊണ്ട് നാളെ ബിജു തന്നെ കൊടുക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. തിരുവനന്തപുരത്ത് വിജിലൻസ് കോർട്ടിൽ ആരെങ്കിലും വക്കീലന്മാരോട് ചോദിക്കണം. നമ്മളിതൊക്കെ നിർത്തിയിട്ട് എത്രയോ വർഷങ്ങളായി. നാളെ വൈകിട്ടോ അല്ലെങ്കിൽ മറ്റന്നാൾ രാവിലെ രാംകുമാർ സാറുമായിട്ട് ഒന്ന് ഇരിക്കാന്ന് പറഞ്ഞായിരുന്നു. നാളെ അവധിയാണല്ലോ. അപ്പൊ രാംകുമാർ സാർ മിക്കവാറും 3 പോയിട്ട് അവധിയാണ്ട് വരുമോന്ന് അറിയില്ല. രാംകുമാറിനോട് ഞാൻ വേണേ വിളിച്ചു പറയാം. നമ്മുടെ സ്വന്തം ആളാ. അതെ, ഒന്ന് കാണാന്ന് വെച്ചാൽ ഇത് മാത്രമല്ല ഉമ്മൻചാണ്ടി അടുത്ത് വേറെ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 2 കോടി രൂപ ഈ റൈസ് മില്ലുകാരുടെ വാങ്ങിച്ചു. സാറേ, ബേക്കറിക്കാരെ വാങ്ങിച്ചു 2 കോടി രൂപ. അല്ലേ? ബേക്കറി അസോസിയേഷൻ ഉണ്ടല്ലോ, അവരെ ടാക്സ് കൂട്ടുമെന്ന് പറഞ്ഞ് അവരിൽ നിന്ന് 2 കോടി രൂപ മേടിച്ചു എന്നാണ് അവർ പറയുന്നത്. സ്വർണ്ണക്കടക്കാരുടെ 19 കോടിയാണ് മലബാർ ഗോൾഡുകാരെ വാങ്ങിച്ചു കൊടുത്തത്. 19 കോടി ഇലക്ഷൻ കാലത്ത്. പിന്നെ ഇവരെ ഈ നെല്ല് കുട്ടനാട്ടിൽ നിന്നും പാലക്കാട്ടിൽ നിന്നും ശേഖരിച്ച് കുത്തി അരിയാക്കി സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് കൊടുത്തല്ലോ. അതെ, അതിന്റെ ബില്ല് മാറിക്കൊടുക്കില്ല, പേയ്മെന്റ് കൊടുക്കില്ല. അപ്പൊ ഇവർക്ക് അനേക കോടി രൂപ ഇതിൽ പെട്ടുപോയി. 10, 40, 50 കോടി രൂപ വരും. അവസാനം അത് കൊണ്ട് കൊടുത്തു. 50 ലക്ഷം കൊടുത്തപ്പോൾ ഒക്കില്ലെന്ന് പറഞ്ഞു, 1 കോടി എന്ന് പറഞ്ഞു, ഒക്കില്ലെന്ന് പറഞ്ഞു. പിന്നെ 2 കോടി രൂപ അത് കൊടുക്കാൻ പോയവർ എന്നെ വന്ന് കൊട്ടാരക്കര വഴി കണ്ടിട്ടാണ് അങ്ങോട്ട് പോയത്. നമ്മുടെ ഒരാളൂടെ അതിനകത്തുണ്ട്. അങ്ങ് ഇയാളെപ്പോലും ഇത്രയും കുഴപ്പം കാണിച്ച ഒരാളില്ല. അതുകൊണ്ട് ശക്തമായിട്ട് വെള്ളാപ്പള്ളി എന്തുവാരും കുഴാന്നൊക്കെ വർത്താനം പറഞ്ഞു. അടുപ്പമുണ്ട്. അങ്ങനെ ഒരു ഇത് വെച്ചിട്ടാണ് ഇത് നിന്നത്. ആണോ? പക്ഷെ അങ്ങനെ ഇന്നലെ അത് പറഞ്ഞു മോശമായി ഇന്നലെ. അതെ, അല്ലെങ്കിൽ പ്രതികരിക്കരുതായിരുന്നു. അത് പ്രതികരിക്കരുത്. ഞാനത് കേട്ടായിരുന്നു. എനിക്ക് വല്ലാണ്ട് വിഷമം തോന്നി. ഞാൻ പിന്നൊന്നും പറഞ്ഞില്ല. നമുക്ക് എന്തോളം വിചാരിച്ചു. ഞാൻ പിന്നൊന്നും പറയാത്ത, എനിക്ക് സത്യമേ ഞാൻ കള്ളം പറയില്ല, കള്ളം ചെയ്യില്ല. ബിജുവിനറിയാമല്ലോ, ആരോട് ഒരു പൈസ പോലും പിരിക്കാത്ത ഒരാളാണ് ഞാൻ. ഒരാളോട് ഒരു പൈസ ചോദിക്കുമോ? ഇപ്പൊ തന്നെ ഞാനൊരു സമ്മേളനം നടത്തി. എനിക്ക് 10-12 ലക്ഷം രൂപ വീട്ടിൽ നിന്ന് എടുക്കാൻ ചെലവാക്കുമായിരുന്നു. ഞാനൊരു പൈസ ആരോട് ഇതുവരെ പിരിച്ചിട്ടില്ല. എനിക്ക് 22 വയസ്സിൽ ഞാൻ ആക്റ്റീവ് രാഷ്ട്രീയത്തിൽ വന്ന കാലം പോലും ഒരു പൈസ പിരിച്ചിട്ടില്ല, ഒരു കൈക്കൂലി വാങ്ങിച്ചിട്ടില്ല. പിന്നെ ഒരുപാട് സ്വന്തം സ്ഥലം വിറ്റാണ് പാർട്ടിയിൽ പ്രവർത്തിച്ചത്, എനിക്കറിയാം. അതെ, ഒരുപാടെന്ന് പറഞ്ഞാൽ എന്റെ സ്ഥലത്തിന്റെ ഒരു 15% ഇനി ബാക്കിയുള്ളൂ. ബാക്കി 85% ഞാൻ വിറ്റു. അങ്ങനെയാ ചെയ്തു വരാം. അങ്ങനെ രാഷ്ട്രീയം നടത്തുന്നത്. എനിക്കുകൊണ്ടാരുടെ മുമ്പിലും പേടിക്കണ്ടായിരുന്നു. പക്ഷെ എന്നെ അച്യുതാനന്ദൻ 200 ചാക്ക് കാണാതെ പോയെന്ന് പറഞ്ഞ് കേസെടുത്ത് 200 ചാക്ക് ഒരു കോൺട്രാക്ടർ കൊടുത്ത കോൺട്രാക്ടിന് 200 ചാക്ക് തിരികെ കിട്ടിയിട്ടുണ്ട്. അതിനായിട്ട് ഇന്നൊരു ചാക്കിന് 2 രൂപ വെച്ച് ഒരു ഈടാക്കണം. അതായിരുന്നു എഗ്രിമെന്റിലെ വ്യവസ്ഥ. അത് ഈടാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ചാക്ക് പോയാലും മന്ത്രിക്ക് എന്താ കാര്യം? ഒരു കാര്യമില്ല, വെറുതെ നമ്മളെ പേര് കളയിക്കാൻ വേണ്ടി. അതെ, എല്ലാരും അയാള് ചെയ്തത്. അതിന് ദൈവമായൊക്കെ ഒരു ശിക്ഷ ഇവിടെ വെച്ചിട്ടുണ്ട്, ഇവര് കൊടുക്കുന്ന പോലെ ശിക്ഷ. അതുകൊണ്ടത് വിട്ടുകളായിരുന്നു. ഇനി ഇറങ്ങി തിരിച്ച സ്ഥിതിക്ക്. ശരി, തീർച്ചയായിട്ടും. അതെ, ഇറങ്ങി തിരിച്ച സ്ഥിതിക്ക് ഇല്ല, വിടില്ല, വിട്ടുകളെ വിടില്ല സാർ. കാരണം അതൊരു ഇന്റഗ്രിറ്റിയുടെ പ്രശ്നമാണ്. കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, സാറിന്റെ എല്ലാ അനുഗ്രഹവും വേണം, സപ്പോർട്ടും വേണം. അതുകൊണ്ട് അതായത് പിന്നെ
നിങ്ങളുടെ അച്ഛൻ എന്റെ വലിയ ഒരു അടുത്ത ആളായിരുന്നു. പിരിവിനൊന്നും പോയിട്ടില്ല, എന്നാലും എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരാളായിരുന്നു. സഹായിച്ചിട്ടുണ്ട്. ഞങ്ങൾ പണ്ട് ട്യൂഷനൊക്കെ ഒരുമിച്ചായിരുന്നു ഗണേഷൊക്കെ ആയിട്ട് സ്റ്റാറ്റിസ്റ്റിക്സിനൊക്കെ. ഗണേശൻ പറഞ്ഞ അവന്റെ കൂടെ പഠിച്ചതെന്ന് പറഞ്ഞാൽ ഞാനിത് പറഞ്ഞു. നിങ്ങളുടെ അച്ഛന്റെ ഞാൻ ഈ മന്ത്രിയൊക്കെ ആയിട്ടിരിക്കുന്ന കാലത്ത് എന്റെ കൂടെ എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഒരു 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 ചായ പോലും കുടിച്ചിട്ടുമില്ല, ചോദിച്ചിട്ടുമില്ല പിന്നീട് ഒരിക്കൽ പോലും. പിന്നെ കരുണാകരൻ ആ വീട്ടിൽ താമസിക്കുന്നുണ്ടായിരുന്നല്ലോ. ആദ്യം ഈ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന കാലത്ത് പുറത്തു നിന്നപ്പോ കുറെ പുള്ളി അവിടെ ആണല്ലോ താമസിച്ച, നിങ്ങളുടെ വീട്ടിലാണല്ലോ താമസം. രാജൻ കേസ് കഴിഞ്ഞിട്ട്. അതെ അതെ, രാജൻ കേസ് കഴിഞ്ഞിട്ട്. അന്ന് ഞാനൊക്കെ ഇവിടെ വരുമ്പോ അച്ഛനെ കാണുമായിരുന്നു എപ്പോഴും, വർഷങ്ങൾക്ക് മുമ്പല്ലേ. ഏതായാലും നേരെ പോ, ഞാനിന്ന് മറ്റേ വിളിച്ച് പറയാം. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ശരി, നാട്ടെ.